ഹായ് ഫ്രണ്ട്സ്, രാവിലെ 4:30 അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അലാറം വെച്ചില്ലെങ്കിൽ തന്നെയും ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 3 മണിക്കും 3:30ക്കും 4:30ക്കൊക്കെ അത്താഴത്തിന് എണീക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയായാലും ഓർമ്മ കിട്ടും. എങ്കിലും അഥവാ ഉറങ്ങിപ്പോയാലോ എന്ന് കരുതിയിട്ട് അലാറം വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മുന്നെയൊക്കെ എൻ്റെ കുഞ്ഞിലൊക്കെ ആണെങ്കിൽ നോമ്പൊക്കെ ആകുമ്പോൾ ഉമ്മ നിൽക്കുക രാത്രിയൊക്കെ എല്ലാം ചെയ്തു വയ്ക്കും. രാത്രി ഉറക്കം വെച്ചത് 2-3 മണി വരെ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു ശകല നേരം ഉറങ്ങണ കാണാം. രാത്രി തന്നെ ഞാൻ ചിക്കൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൊഴുപ്പും ചെറിയ ചെറിയ ഈ കോഴിയുടെ മുടിയൊക്കെ പോലെ ആ തൂവലൊക്കെ പോലെയൊക്കെ ഇരിക്കില്ലേ, അതൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ കഴുകി വെച്ചിട്ടില്ല. ക്ലീൻ ചെയ്ത് 2 പാത്രത്തിലായിട്ട് പൊരിക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും 2 പാത്രത്തിലായിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റാണ് ഈ 4:30 മണിക്ക് എണീറ്റിട്ടാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ 4:30 മണിക്ക് എണീക്കെങ്കിലും ആ ഒരു ക്ഷീണമില്ലായിരുന്നു. മനസ്സിൽ പെരുന്നാളെന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്ഷീണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ ക്ലീൻ ചെയ്തെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതെല്ലാം തല്ലിയൊക്കെ പിറക്കി വെച്ചിട്ട് ആദ്യം പൊരിക്കാനുള്ള പുരട്ടി വെച്ചെന്നാൽ എത്രത്തോളം പുരട്ടി വയ്ക്കും അത്രത്തോളം അത് നല്ല മസാല എല്ലാം പിടിച്ചിരിക്കുമല്ലോ. ആദ്യം തന്നെ അതിനെല്ലാം മൊത്തത്തിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം ഉണ്ട് നേരം. പള്ളിയിലാണ് തക്ബീർ ഓതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കാൻ പോയില്ലായിരുന്നു. പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് പോയില്ല. അപ്പോൾ പിന്നെ ജോലി ഇനിയും ചെയ്യാൻ സമയമുണ്ട്. പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണല്ലോ ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുന്നത്. പോകുമ്പോൾ എന്തെങ്കിലും 1-2 കഴിച്ചിട്ട് പോകും, അല്ലാതെ ബാക്കിയെല്ലാം വന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പോയി മാമാട്ട പറഞ്ഞ് പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇടിയപ്പം ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. മുൻപൊക്കെ ആണെങ്കിൽ ഞാൻ ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഗ്യാസ് അതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഉറട്ടി ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും മക്കളെ രാവിലെ തന്നെ റെഡിയാക്കി അവർ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്. നിശബ്ദമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജോലിയെല്ലാം ഇറച്ചി കറിയെല്ലായി. ഒരു സൈഡിൽ ഇറച്ചി പൊരിച്ച് പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് പിതുക്കി ഇടിയപ്പം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഉറട്ടി മിസ് ചെയ്ത് കേട്ടോ. ഉറട്ടി കൊന്നു വെച്ചാൽ കുറേ നേരം നിന്ന് പൊരിഞ്ഞിട്ടാ. ഉറട്ടി വെന്ത് കിട്ടുന്നവരെ കല്ല് ചൂടാവുന്നത് വരെയും അത് കുറച്ച് റിസ്ക്കാണ്. ഗ്യാസ് അത്രയ്ക്ക് എരിഞ്ഞുകൊണ്ട് പോകും. ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നം കാരണം ഉറട്ടി ചൂടാൻ വേണ്ടി ഞാൻ മെനക്കെട്ട് നിന്നില്ല. പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ പൊരിച്ചതും പഴവും എല്ലാം കൂടെ നല്ല ഫ്രഷായിട്ട് സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഒന്നുമില്ല, പെരുന്നാൾ രാവിലെ എന്ത് കഴിച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.